നിർത്തണം നിന്റെ പാട്ട്, നിർത്തണം. എന്റെ പാട്ട് എന്റെ വണ്ടി, എനിക്ക് സൗകര്യമുള്ളപ്പോൾ നിർത്തും. അതങ്ങനെ അല്ലല്ലോടാ പറയണ്ടേ. പിന്നെ നിന്റെ പാട്ട വണ്ടി എന്ന് പറയണം. വേണ്ട, എന്നെ എന്താ വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ എന്റെ വണ്ടിയൊന്നും പറഞ്ഞേക്കില്ല കേട്ടോ. പറഞ്ഞാ നീ എന്തോ ചെയ്യും? നിങ്ങൾക്കറിയോ, 3 വീലിൽ നിങ്ങളുടെ ജീവനും 4 ഗിയറിൽ എന്റെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോ നിങ്ങൾ അറിയാത്തൊരു ചങ്കിടിപ്പ് എനിക്കുണ്ട്. അതെന്തോന്ന്? എനിക്ക് എന്നെ വണ്ടിയുടെ സീസി അടയ്ക്കണ്ടേ? നിനക്ക് നിന്റെ സൂസി ആയിരിക്കും വലുത്, പക്ഷെ എനിക്ക് എന്റെ പെങ്ങളുടെ മോടെ കല്യാണമാണ് വലുത്. എടാ, ഇന്ന് 10-നും 11-നും ഇടയ്ക്ക് അവിടെ കല്യാണമാണ്, അറിയാവോ? അത് പിന്നെ ഇവിടെ കൊണ്ട് നിർത്താൻ പറഞ്ഞു. പിന്നെ എടാ, നമ്മൾ വീട്ടിൽ പോയത് എന്തിനാണെന്നറിയോ? എന്റെ ആ കൊച്ചിന്റെ കല്യാണത്തിന്റെ മാല എടുക്കാൻ വേണ്ടിയാണ് പോയത്. അതെടുത്തിട്ട് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് ഇവിടെ കൊണ്ട് നിർത്തിയില്ലേ? നിർത്തി. എന്തിനാ നിർത്തിയെന്നറിയോ? എന്തിനാ? എടാ, നമുക്ക് സദ്യക്ക് വെറുതെ പോയിരിക്കാൻ പറ്റുമോ? ഇല്ല. 2 അടിച്ചിട്ട് വേണ്ട പോയിരിക്കാൻ. അത് വേണം. അതിനു വേണ്ടിയാണ്, ഇവിടെ അടിക്കാൻ വേണ്ടിയാണ് വണ്ടി നിർത്തിയത്. എന്തോ ചെയ്യാൻ പോവാ? ഒരെണ്ണം അടിക്കട്ടെ. അങ്ങോട്ട് മാറിയില്ല, മാറിയില്ല. ആരും വരുന്നോ നോക്കട്ടെ. സൂക്ഷിക്കണേ, നോക്കി വേണേ, ശ്രദ്ധിച്ച് വേണേ, നോക്കി വേണം, സൂക്ഷിച്ചു വേണം കേട്ടോ. അതെന്തോ പണിയാ കാണിച്ചേ? നീ പറഞ്ഞല്ലേടാ സൂക്ഷിച്ചൊഴിച്ചടിക്കണമെന്ന്. സൂക്ഷിച്ചടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ച് എനിക്കൂടെ കുറച്ച് വെച്ചേക്കണമെന്നല്ലേ പറഞ്ഞു. മൊത്തം അടിച്ചു കയറ്റാൻ പറഞ്ഞു. എടാ, മാല എടുക്കാൻ വേണ്ടി വീട്ടിൽ പോയപ്പോഴേ അപ്പം 2 തന്നില്ലായിരുന്നു. അത് മാല എടുക്കാൻ പോയപ്പോഴല്ലേ. പക്ഷെ വണ്ടി എടുക്കാൻ നേരത്തെ എനിക്ക് 2 വേണം. വണ്ടി എടുക്കാൻ നേരത്തെ 2 വേണം. നീ കൊള്ളാവില്ലാടാ, നിന്നെ കണ്ടറിയാൻ നീ മുറ്റു വെള്ളവടി കാരണം. സത്യം പറയടാ, ഈ ഓട്ടോയിൽ ചാത്തിരുന്നു നീ ഡെയിലി ഉള്ളവടിയല്ലേടാ. ഓനിവാസം പറയുന്നു. അല്ലെങ്കിൽ പിന്നെ ടച്ചിങ്സിനായിട്ട് ആരേലും ഇഞ്ചിക്കറി കൊണ്ട് നടക്കുവാടാ. എന്റെ ഇഞ്ചിക്കറി അല്ല, വണ്ടിക്ക് അടിക്കാൻ പറ്റുന്ന ഗ്രീസാ. നീ ഒന്ന് ടേസ്റ്റ് ചെയ്തേ. അയ്യോ ഇത് ഇഞ്ചിക്കറി ആണല്ലോ. അതല്ലേടാ ഞാൻ പറഞ്ഞ അങ്ങോട്ട്. അന്ന് ആരാണ്ട് രാവിലെ വണ്ടിക്കകത്ത് വെച്ച് മറന്നോ കേട്ടോ. ആണോ? എന്തിനാടാ കിണിക്കുന്നത്? അയ്യോ, അത് എടുത്തോണ്ട് പോയതിന്റെ കാര്യം ഓർത്ത് തിരിച്ചു പോയതാ. അവൻ ഇന്ന് ഈ ഗ്രീസ് കൂട്ടി ചോറുണ്ടോ എന്തായാലും തിരിച്ചതാ. അയ്യോ, മിണ്ടല്ലേ, കല്യാണ സ്ഥലത്തൂന്നാ. മിണ്ടല്ലേ. ഹലോ. എടാ ശിവരാമ. ഓ പറയാളിയാ. എടാ, കൊച്ചിന്റെ താലികെട്ട് സമയം, നീ ഇതെവിടെ പോയി കിടക്ക? എന്താ താമസിക്കുന്ന? എന്താ? അയ്യോ, ഒന്നും പറയണ്ട. വരുന്ന വഴി മുടിഞ്ഞ പഞ്ചായത്ത്. പഞ്ചായത്തല്ലല്ലോ, എന്തോ ബ്ലോക്ക് ആണോ ഉദ്ദേശിച്ചത്? അളിയ, പഞ്ചായത്തല്ല, ബ്ലോക്കാണ്. നീ ആ താലിമാലയായിട്ട് എളുപ്പം വരണേ. അളിയ, ഞാൻ താലിമാലയുമായിട്ട് പെട്ടെന്ന് വന്നോളാം. ലാഗാക്കരുത്. വെച്ചിട്ട് പോളിയാ, ഞാൻ വന്നേക്കാം. ഓക്കെ. നിങ്ങൾ എന്തോ കള്ളമൊക്കെ വിളിച്ചു പറയുന്നത്? ഞാനോ? എന്തോ കള്ളം പറഞ്ഞു? നിങ്ങളിപ്പോ കള്ളം പറഞ്ഞില്ലേ അവരോട് പെട്ടെന്ന് വരുവാന്ന്? എടാ, അതല്ലെന്ന്. കല്യാണത്തിന്റെ മാല എടുക്കാൻ വേണ്ടി ഒരാൾ പോയി, പറക്കാൻ വേണ്ടി വേരത്തം പോയി. അതെടുക്കാൻ വേണ്ടി നമ്മൾ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അടക്കാൻ. പ്രാന്ത് വരുമെന്ന്. ഇപ്പൊ മാല ഇല്ലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കടയിൽ നിന്ന് ഒരു വരമാല മേടിച്ചിട്ട് പ്രശ്നം തീർന്നില്ലയോ? താലിമാലയ്ക്ക് ഓരോ വരവുമാല. എടാ, കല്യാണ താലിയാടാ മറന്നത്. പിന്നല്ലാതെ അതെടുക്കാൻ പറഞ്ഞതാണോ ആദ്യം അടി കൊടുക്കാൻ? അങ്ങനെ ചാടിക്കറി അടിക്കാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട. ചിലപ്പോ പുള്ളിക്ക് വേദനിച്ചാലോ? വേദനിച്ചാലും ഇല്ലെങ്കിലും കൊള്ളാം, അവന് ഒരു അടിയുടെ ആവശ്യമുണ്ട്. അത്ര നിർബന്ധമാണെങ്കിലേ ചെറിയൊരു കടിയിൽ അങ്ങ് ഒതുക്കാവോ? അതെന്തിനാ? അത് മറന്നത് ഞാനാണ്. നമുക്കൊരു സാധനം എടുക്കണ്ടേ? ഇല്ല, സാധനം എടുക്കണ്ടേ? എന്നാ ഷെയർ, ഞാൻ എന്റെ ഷെയർ 200 ഇട്ട്. ഒരു കാര്യം ചെയ്. ഇല്ല, അപ്പൊ എന്റെ ഷെയർ 200 ആയി. ഇനി നിങ്ങളുടെ ഷെയർ. അപ്പൊ നിന്റെ ഷെയർ 200 ആണോ ഞാൻ തന്നത്? പിന്നല്ലാതെ. ഇനി എന്റെ ഷെയർ 200 ഞാൻ തരണം. വെച്ചോ. പിന്നെ ഒരു കാര്യം, കാശ് അവിടെ കൊടുക്കുമ്പോ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. എന്താ പറയണം? ആദ്യം തന്നാല് 200ന്റെ ഒറ്റ നോട്ടില്ലേ, അതാണ് നിന്റെ ഷെയർ. ഇത് രണ്ടാമത് തന്ന എന്റെ ഷെയർ ആണ് 100ന്റെ 2 നോട്ട്. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ അടിക്കും. എന്നാ പിന്നെ ഇയാള് പോയങ്ങ് മേടിയിട്ട്. അങ്ങനെ പറയല്ലേ, എനിക്ക് അവിടെ ഇരിക്കുന്നവരെയൊന്നും വലിയ പരിചയമില്ലേടാ. ഇയാളെ പറച്ചിൽ അവിടെ തന്നല്ലേ എന്റെ അപ്പച്ചിയും ഭർത്താവും അവിടെ ഇരിക്കുന്നത്. ആണോ? അയ്യോ, അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പച്ചിയും ഭർത്താവിനെ ഞാൻ തിരക്കിയെന്ന് പറഞ്ഞേക്കണേ. പോലീസ്. അതെന്നാ പോക്കാടാവൻ? വായുഗുളിയാ മേടിക്കാൻ പോയാ? അവനിപ്പോ നിന്നിരുന്ന അവൻ 500 പോയാന്. അവൻ പോയി. ഞാൻ വിചാരിച്ചു മറ്റവൻ ചൊങ്ങിപ്പോയതായിരിക്കും.
നിന്റെ വണ്ടിയാണോ? അല്ല 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 അല്ല. എന്തുവാണ് നിന്റെ പേര്? മണത്തിപ്പറമ്പിൽ. എടാ വീട്ടുപേര് പറയാൻ. ശിവരാമൻ. ഞാൻ എന്താണ് പറയുന്നത്? ശിവരാമൻ എന്നാണ് എന്റെ പേര്. മണത്തിപ്പറമ്പിലാണ് വീട്ടുപേര്. ആണോ? എന്താ ഇവിടെ കല്യാണമാണ്. ഈ മുതുക്ക് പ്രായത്തിലോ? അല്ല, പെങ്ങടെ മോടെ കല്യാണമാണ്. ഈ വിവരന്റെ വാതിക്കലോ? ഇവിടെ വെച്ചല്ല, ആടി തോളത്തി വെച്ച്. ഞാൻ പിന്നെ ഇവിടെ നിൽക്കുന്ന എന്നാന്നറിയോ? എന്താ വഴി അറിയാൻ മേലാത്ത ഒരാളോട് വരുന്നുണ്ട്. അപ്പൊ നിനക്ക് വഴി അറിയായിരിക്കും. എനിക്കറിഞ്ഞൂടാ. ഇതെങ്ങനെ പോടാ? അപ്പൊ അയാൾ എന്നോട് ചോദിക്കും, ഞാൻ അയാളോട് ചോദിക്കും. അങ്ങനെ ചോദിച്ചും പറഞ്ഞു ഞങ്ങൾ അങ്ങ് പോകും. സാറ് ഏത് സ്റ്റേഷനിൽ നിന്നാ വരുന്നത്? റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനോ? എന്താ സ്റ്റേഷൻ ഇല്ലേ? അതെ അതെ അതെ. എന്തൊരു ചൂട്! ആര് ചൂടായടാ? നിന്നോട് ഞാൻ ചൂടായോ? ഇല്ല, കാലാവസ്ഥയുടെ ഇത് പറഞ്ഞ. ഞാൻ ആര് കാലാവസ്ഥ ഗവേഷകനോ? ഒന്നുമില്ല സാറേ. സാറിനെ ഞാൻ എവിടെയോ വെച്ച്. ഇല്ല, എന്നെ എവിടെയും വെക്കാറില്ല ഞാൻ. അതല്ല, സാറിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട്. എന്നെ നിവിൻ പോളിയെ കണ്ടാൽ എന്നെ പറിച്ചു വെച്ചേക്കുന്ന പോലെ ഇരിക്കുക. പറിച്ചു വെക്കാൻ ഇയാൾ എന്നെ 6 മാസം കപ്പയോ? എന്താണ് പറഞ്ഞേ? അല്ല സാറേ, സാർ അതുപോലെ തന്നെ ഇരിക്കുവാണ്. എല്ലാരും ഇത് തന്നെ പറയുന്നത്. 72. 72? എന്ന് വെച്ചാ 72ാമത്തെ ആളാ ഇത് പറയുന്നത്. 72 പേരും കളിയാക്കിയിട്ട് ഈ പൊട്ടന് മനസ്സിലായില്ല. പിന്നെ റോഡ് സൈഡാണ്, സൂക്ഷിച്ചൊക്കെ നിക്കണം. എപ്പോഴും ഈ നിവിൻ പോളിക്ക് വന്ന് പറയാൻ പറ്റത്തില്ല. അയ്യോ, എന്തോ തിരക്കാന്നറിയോ? അപ്പച്ചി തിരക്കോ? അപ്പച്ചി ഇറക്കിയതല്ല, ഇവർക്ക് ഭയങ്കര തിരക്കാണ്. സമയമില്ല. അത് കണ്ടാ? അയ്യോ പോലീസ്! വണ്ടി എടുക്കാൻ പറ്റത്തില്ല. ഞാൻ അടിച്ചിട്ടുണ്ട്, വണ്ടി എടുക്കാൻ പറ്റത്തില്ല. വണ്ടി എടുക്കാനോ പറഞ്ഞു? പറ്റത്തില്ലെന്ന്. ബുക്കും പേപ്പറും ഇല്ല. ബുക്കും പേപ്പറും ഇല്ലേ? അടിക്കും ഞാൻ. ഡ്രൈവറാന്ന് പറഞ്ഞു നടക്കുന്നു. ഒരു കാര്യം കാണിച്ച്, തൽക്കാലം ഇത് ഇന്നത്തെ പേപ്പറാ. ഇനി പോകുന്ന വഴിക്ക് ബുക്ക് മേടിക്കാൻ പോ. വണ്ടിയുടെ ബുക്കും പേപ്പർ എടുത്തിട്ട് വീട്ടിലിരിക്കുവാന്ന്. ഒതുക്കുന്ന മെഷീൻ എടുത്തു. വെള്ളം അടിച്ചിട്ടുണ്ടോ? ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. അതിന് നല്ല ടേസ്റ്റ് ആണോ? ടേസ്റ്റ് അല്ലെന്ന്, ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക, ചെക്ക് ചെയ്യുക. അയ്യോ ജ്യൂസ്! എന്താടാ കാണിക്കുന്നേ? മുതുക്ക് പ്രായമില്ലടാ. ഇതിന്റെ അവസ്ഥ കേട്ട് ഞാൻ അറ്റക്കും വന്ന് എത്തുപോയല്ലോ. ആര് സമാധാനം പറയൂടാ? ഞാൻ മാറിക്കാം. കുഞ്ഞുകളി മാറിയിട്ടില്ല. എന്റെ ഓട്ടാ? അല്ല, എന്റെ അല്ല. പിന്നെ എന്റെ അല്ല. ആരായാലും ഇത് ഞാൻ അടുത്തെന്ന് പറഞ്ഞേരെ. അതെന്തിനാ സാറേ? മാനകാട പുസ്തകത്തിൽ കൊണ്ട് ചെയ്ത് പ്രസവിക്കുന്നാ പറഞ്ഞ കേട്ടിട്ടില്ലേ? അയ്യോ, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. നീ ഇങ്ങോട്ട് മാറിയുന്നടാ. എത്ര വയസ്സുണ്ടോ എനിക്ക്? 32. നിന്റെ പേരെന്തോടാ? സുഭാഷ്. കവക്കെന്നോ? അല്ല, എന്റെ പേര് സുഭാഷ് എന്ന് പറയായിരുന്നു. 32 വയസ്സായിട്ടും നിന്റെ പൊക്കിൾ കൂടി മുറിച്ച് കളഞ്ഞിട്ടില്ലോടാ? എടുക്കടാത്. ആഹാ, അപ്പൊ 2 പേരുടെ വെള്ളപടിയായിരുന്നു. കൊള്ളാം. നീ വെള്ളം എടുത്തു തരാൻ പറയണോ? എന്തോ നേടാ കടുത്തപ്പന്നേ? ഫോൺ സാർ. എനിക്കെങ്ങും വേണ്ട. ഒറ്റ വലിക്ക് അടിച്ചോണ്ടോ? ഷെയർ തന്നിട്ടില്ലെന്ന്. ഷെയർ നിങ്ങൾ തരണം. ഞാൻ തരണതും പറയണ്ടേ? എന്താ കടന്ന് മുറിവർക്കുന്നേ? സാറേ, ഇവിടെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും പറഞ്ഞു പോവുകയാണ്. ഈ ഷെയറിന്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? ഷെയറാണ് വിഷയം. ഷെയറാണ് മൊത്തം വിഷയം. ആണോ? അയ്യോ, കാശ് ഞെട്ടുന്നടാ. കേട്ടില്ലേ? ഷെയർ വിഷയമാണ്. അയ്യോ സാറേ, ഷെയർ അപ്പൊ വിഷയമാണ്. ഇല്ലല്ലേ? ഷെയർ ഭയങ്കര വിഷയമാ. എനിക്ക് 2 അനിയന്മാരാ. 60 സെന്റ് സ്ഥലമുണ്ട്. അതില് ഇളയവന് 30 സെന്റ് അവനങ്ങ് അളന്നെടുത്ത്. അത് പിന്നെ അനിയന് കൊടുക്കണം. ഏറ്റവും ഇളയവനാണല്ലോ അവകാശം, അപ്പൊ അവന് കൊടുക്കണമല്ലോ. അതെ. പിന്നെ രണ്ടാമത്തവനുണ്ട്. അവന് 30 സെന്റ് അവനും അളന്നെടുത്ത്. മൂത്തവന് 2 പേർക്ക് കൊടുക്കണം. മൂത്തവനല്ലേ? 2 പേർക്ക് കൂടെ കൊടുക്കണം. ബാക്കി എത്രയാണ് സാറിന്? പിന്നെ എന്തോണ്ട്? എനിക്ക് ഇനി 10 ഉള്ളു. ആണോ? ആ 10 ഞാൻ അങ്ങ് എടുത്ത്. പിന്നെ എനിക്ക് വഴി കൊടുക്കണം നാട്ടുകാർക്ക്. അത് കൊള്ളാം.
അപ്പൊ സ്വത്ത് അനിയന്മാർക്ക് വീതം വെക്കുകയും ചെയ്ത് നാട്ടുകാർക്ക് വഴിയും കൊടുത്ത് തൊട്ടിപ്പുറത്ത് കിടന്ന പുറമ്പോക്ക് പോയി നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചോ നിങ്ങളാരും? പോലെ കരയരുത്. ആ കാണുന്ന മാമലയൊന്നും നമ്മുടേതല്ല. ഈ കാണുന്ന കരയും കയ്യും ആരുടെയും അല്ല പൊന്മകന്. അതുകൊണ്ട് കരയില്ല. ശരിയായി ശരിയായി ഫോൺ ശരിയായി അതെ അതെ. അയ്യോ അവിടുന്ന് വിളിക്കുന്നു. മിണ്ടല്ലേ ഹലോ. അതെ, ഓ ആ കല്യാണമൊക്കെ അങ്ങ് ഭംഗിയായിട്ട് നടന്നു. ആണോ? ആ ഫോൺ വെക്കല്ലേ. ഇല്ല ഇനി അമ്മാവനാണ് കുമ്മാവനാണെന്ന് അങ്ങനെ പറഞ്ഞ അവിടെ വന്ന നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി കൊടുക്കും കേട്ടോ. അറിയാ വെക്കല്ലേ. സത്യത്തിലുണ്ടല്ലോ ഇവിടെ ഒരു പോലീസ് വന്ന് നിൽക്കുന്നു. പോലീസ് സാറല്ലേ പോലീസ്? ഞാൻ പോലീസൊന്നും അല്ല. അല്ലേ? നാടകം കഴിഞ്ഞ് വന്നപ്പോ എന്റെ വണ്ടിയുടെ പെട്രോൾ തീർന്നു. ഈ കിടക്കുന്ന വണ്ടി ആരെയും ചോദിക്കാൻ വേണ്ടി ഞാനിവിടെ നിന്നത്. അതെന്റെ വണ്ടിയാ. ആയിരുന്നോ? അയ്യോ എടാ മഹാഭാവി, ഈ ഒറ്റ കാരണം എനിക്ക് എന്റെ കൊച്ചിന്റെ കല്യാണം കൂടാൻ പറ്റിയില്ല. എനിക്ക് ആ കുടുംബത്തോട്ട് കേറാൻ പറ്റുവാണ് ആ ദ്രോഹി. എനിക്ക് ഓട്ടം പോകാൻ പറ്റും. ഇവിടെ എത്ര ഓട്ടോ കളഞ്ഞു? നിങ്ങൾ ഒറ്റ പൈസ കാരണം പറ്റുമോ? പറഞ്ഞതാണ്. ഇനി ഞാൻ എന്തോ ചെയ്യണം? എന്തായാലും കല്യാണത്തിന് പോകാൻ പറ്റിയില്ലല്ലോ. ബാക്കി കുറച്ച് പൈസ ഇരിപ്പില്ലേ? അതുകൊണ്ട് നമുക്കൊരു സാധനം എടുത്ത് അങ്ങ് അടിച്ചാലോ? അങ്ങനെയാണെങ്കിലേ വല്യച്ഛന്റെ വസ്തുവത്തിന്റെ ഒരു കഥയുണ്ട്, അതോടെ ഞാൻ പറഞ്ഞിട്ടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.